ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ കടലാക്രമണം രാത്രി വൈകിയും തീരദേശ റോഡിലേക്ക് തിരമാല അടിച്ചു കയറി റോഡുകളിൽ മണൽ അടിഞ്ഞതോടെ പ്രദേശത്ത് ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ആക്കം കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? കേൾക്കാമെങ്കിൽ ആലപ്പുഴ തൃക്കുന്നപ്പുഴയിലാണ് ഈ ഒരു കടലാക്രമണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കള്ളക്കടൽ പ്രതിഭാസം സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം രേഖപ്പെടുത്തുന്നുണ്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിര ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിരിക്കുന്നത് തൃക്കുന്നപ്പുഴ തീരപ്രദേശത്താണ്. തൃക്കുന്നപ്പുഴയിലും ആറാട്ടുപുഴയിലും വലിയ രീതിയിലുള്ള തിരമാലകൾ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയും തിരമാലകൾ തീരദേശ റോഡിലേക്ക് അടിച്ചു കയറി. അതിനെ തുടർന്ന് റോഡിലാകെ മണ്ണ് കയറിയ അവസ്ഥയാണ്. മണ്ണ് റോഡുകളിലൊക്കെ മണലടിഞ്ഞതോടെ ഈ പ്രദേശത്ത് ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പുറക്കാട് അമ്പലപ്പുഴ ഭാഗങ്ങളിലൊക്കെ നേരിയ തോതിൽ മാത്രമായിരുന്നു ഇന്നലെയും ഇന്നുമൊക്കെ കടലാക്രമണം ഉള്ളത്. ഇന്നും ഇതിന്റെ ഒരു അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശ ജനങ്ങളോട് ജാഗ്രത വേണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടലാക്രമണം രൂക്ഷമാവുമെന്ന കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആ ഒരു നിഗമനത്തിൽ അമ്പലപ്പുഴയിൽ 3 കുടുംബാംഗങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ബന്ധുവീടുകളിലേക്ക് പോകാൻ ഇവർക്ക് കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരുന്നു. മാത്രമല്ല, ഈ ഏറ്റവും കൂടുതൽ ഈ കടലിനോട് ചേർന്ന് നിൽക്കുന്ന വീടുകളുണ്ട് ഈ അമ്പലപ്പുഴ വണ്ടാനം ഭാഗങ്ങളിലൊക്കെ. അവരോട് ഒക്കെ തന്നെ മാറി താമസിക്കാനും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ശക്തമായ തിരമാലകൾ ഉള്ളത് ഇന്നലെ രാത്രിയൊക്കെ ശക്തമായ തിരമാലകളായിരുന്നു. അത് ആറാട്ടുപുഴയിലും തൃക്കുന്നപ്പുഴ അടക്കമുള്ള തെക്കൻ തീരദേശ മേഖലകളിലാണ്. ആതിര, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനം അങ്ങോളം ഇങ്ങോളം ഈ ഒരു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഒരു വാർത്തകൾ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കിനും അവിടെ കടൽ കൂടുതലുള്ള ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് ഈ തൃക്കുന്നപ്പുഴ പ്രദേശത്ത് മറ്റെന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശമാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്? അതിന് സംസ്ഥാനത്തൊട്ടാകെ നിലനിൽക്കുന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ആലപ്പുഴയിലുമുള്ളത്. ആലപ്പുഴയുടെ തെക്കൻ തീരപ്രദേശങ്ങളിലാണ് കൂടുതലായും ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അർത്തുങ്കൽ പോലുള്ള വടക്കൻ തീരദേശ മേഖലകളിൽ വലിയ രീതിയിലുള്ള കടലാക്രമണമൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. തെക്കൻ തീരദേശ മേഖലകളായ തൃക്കുന്നപ്പുഴ, വലിയഴീക്കൽ, ആറാട്ടുപുഴ മേഖലകളിലായിരുന്നു ഇന്നലെ രാവിലെ മുതൽ ചെറിയ രീതിയിലുള്ള കടലാക്രമണം ഉണ്ടായിരുന്നു. പിന്നീട് വെയിലേറ്റ സമയത്തും വലിയ രീതിയിൽ ശക്തമായി തന്നെ തിരകൾ വീടുകളിലേക്കും റോഡിലേക്കും ഒക്കെ അടിച്ചു കയറി. അതിന്റെ ഭാഗമായാണ് വലിയഴീക്കലും തൃക്കുന്നപ്പുഴയിലുമൊക്കെ ഈ മണൽ റോഡിലേക്ക് തിരമാലകൾ റോഡിലേക്ക് ശക്തമായി അടിച്ചു കയറിയതോടെ മണലടിഞ്ഞ് ആ ഭാഗത്തെ തീരദേശ റോഡ് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ദേശീയപാതയിൽ പുറക്കാട് അമ്പലപ്പുഴ ഭാഗങ്ങളിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള തിരമാലകളോ കടലാക്രമണങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ വഴിയുള്ള ഗതാഗതത്തിന് യാതൊരു തടസ്സവുമില്ല. ആതിര, ശരി. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ കടലാക്രമണം രാത്രി വൈകിയും തീരദേശ റോഡിലേക്ക് തിരമാല അടിച്ചു കയറി റോഡുകളിൽ മണലടിഞ്ഞതോടെ പ്രദേശത്ത് ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു. വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും നിഷ ദിലീപ്.